ഞങ്ങൾ ഇത്തവണ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ വിജയം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിജയത്തിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ജനവിധി ഉണ്ടായത്. ആ ജനവിധിയെ BJP NDA സ്വീകരിക്കുന്നു. മാത്രമല്ല, വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ജനവിധി ഉണ്ടായില്ല എന്നതിനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് BJP മണ്ഡലം തലം മുതൽ ബൂത്ത് തലം വരെ പരിശോധിക്കും. മാത്രമല്ല, പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കാനുമുള്ള പരിഹാര നടപടികൾ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പരിപാടികൾക്ക് BJP നേതൃത്വം നൽകും, രൂപം നൽകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റത്തിൻ്റെ മൂർത്തമായ രൂപം ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന പ്രാദേശിക നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇനിയുള്ള കാലവും ഞങ്ങളുടെ പ്രവർത്തന രംഗത്തുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ സഹായത്തിനും സഹകരണത്തിനും അങ്ങേയറ്റം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തെ വളരെ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയും, ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വികസന വിഷയങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊന്നുപോലും പരാജയപ്പെട്ടത് കൊണ്ട് പിന്മാറില്ല. സ്വാഭാവികമായിട്ടും വികസനത്തിന് വേണ്ടി, കാട്ടാക്കടയുടെ വികസനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ റെയിൽവേ യാത്രക്കാർക്ക് വളരെ പ്രയോജനകരമായിരുന്ന ഒരു റെയിൽവേ റിസർവേഷൻ സെൻറ്റർ കാട്ടാക്കടയിലുണ്ടായിരുന്നു. പക്ഷെ അത് റെയിൽവേ തന്നെ അത് റദ്ദ് ചെയ്യുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ഘടകം, പഞ്ചായത്ത് ഘടകം, ഇവരെല്ലാം തന്നെ അതിൻ്റെ PSCയുടെ റെയിൽവേ ബോർഡിൻ്റെ മുൻ ചെയർമാൻ എന്ന നിലക്ക് എന്നെ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വ്യത്യസ്ത സംഘടനകൾ, ഇപ്പം വ്യാപാരി വ്യവസായി സമൂഹം, അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി, നിരവധി യാത്രക്കാരുടെ നിരവധി സംഘടനകൾ, മാധ്യമ സുഹൃത്തുക്കളും ഇക്കാര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ പഞ്ചായത്ത് അധികൃതരാണ് ഈ റിസർവേഷൻ സെൻറ്റർ നോക്കിയിരുന്നത്. അവർക്കായിരുന്നു നടത്തിപ്പിൻ്റെ ചുമതല. ആ ചുമതലയിൽ ചില അവ്യവസ്ഥകൾ ഉണ്ടായി. അതായത് അന്ന് റെയിൽവേ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ചില കൃത്രിമങ്ങളും അവ്യവസ്ഥകളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ അത് സെൻറ്റർ റദ്ദ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് വരുന്ന 10 ദിവസത്തിനുള്ളിൽ കാട്ടാക്കടയിലെ റെയിൽവേ റിസർവേഷൻ സെൻറ്റർ പുനഃസ്ഥാപിക്കും. അത് എനിക്ക് തോന്നുന്നു 100 കണക്കിന് യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാണ്. മാധ്യമ സുഹൃത്തുക്കൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതാണ് ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് പ്രേരണയായി മാറിയതും. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില കർക്കശമായ നിലപാടുകൾ വേണ്ടിവരും. അക്കാര്യത്തിൽ അത് റെയിൽവേ അവരെ ബോധ്യപ്പെടുത്തും. ഏതായാലും 10 ദിവസത്തിനുള്ളിൽ റിസർവേഷൻ സെൻറ്റർ കാട്ടാക്കടയിൽ പുനഃസ്ഥാപിക്കും. ഇതുപോലെ തന്നെ നിരവധി വികസന പദ്ധതികൾ, ബ്രഹ്മോസ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ഈ കാട്ടാക്കടക്ക് അനന്തമായ വികസന സാധ്യതകൾ ബ്രഹ്മോസിലൂടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ DPR വന്നിട്ടില്ല. DPR വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാട്ടാക്കടയിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്ന് കണ്ടെത്തി അത് പരമാവധി കാട്ടാക്കട ജനങ്ങൾക്കും യുവാക്കന്മാർക്കും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും.
അതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് റിംഗ് റോഡിലെ അതിൻ്റെ സ്ഥല ഉടമകൾക്ക് അതിനുവേണ്ടി സ്ഥല ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ച് ഇത് തത്വത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു. റിംഗ് റോഡിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള സ്ഥലമുടമകൾക്ക്, ഭൂമി നൽകിയിട്ടുള്ള സ്ഥലമുടമകൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അത് പ്രയോഗത്തിൽ അത് നൽകാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥലത്തിൽ സമ്മർദ്ദം ചെലുത്തും. BJPയുടെ ഭാഗത്ത് അതുണ്ടാകും. അപ്പോൾ അതിൻ്റെ ജനങ്ങൾക്ക് നൽകിയ സ്ഥലമുടമകൾക്ക് നൽകിയിട്ടുള്ള വാക്ക് ഞങ്ങളത് പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ഉണ്ടാകും. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പരാജയമൊന്നും ഈ വികസന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിന് തടസ്സമാകില്ല എന്നത് അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റിംഗ് റോഡിന് വരുന്ന മുറക്ക് അതും നമ്മുടെ കാട്ടാക്കട വികസന സാധ്യതയ്ക്ക് ഒരുപാട് വികസന സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. അത് നമ്മുടെ ലോജിസ്റ്റിക് മേഖലയിലും അതേപോലെ തന്നെ IT മേഖലയിലും ഈ റിംഗ് റോഡ് ഏതൊക്കെ രീതിയിൽ അത് സ്വാധീനിക്കാൻ ഏതൊക്കെ പ്രവർത്തിയാക്കാൻ സാധിക്കും, പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഈ വികസന രംഗത്ത് കാട്ടാക്കടയിലെ ജനങ്ങളോടൊപ്പം യുവാക്കന്മാരോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇതാണ് ഇന്ന് കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ആകെ 4000 വോട്ടിൻ്റെ വർധനവുണ്ടായി. 2.5% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് 16,800ഓളം വോട്ട് അവർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ 4000 കൊണ്ട് അതിൻ്റെ വർധന കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പം അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, വിജയപ്രതീക്ഷയുണ്ട്. ഞങ്ങൾ BJP അത് ആ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ പ്രവർത്തകർ ആ ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.